ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിസി. ഞാൻ UK-ലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഒരു 20 വർഷമായി. പിന്നെ എനിക്കിങ്ങനെ പ്രകൃതിയും ഇലകളും പൂക്കളും കായ്കളും വെജിറ്റബിൾസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുകൂടാണ്ട് ഒരു ചാരിറ്റിയുടെ ഒരു മെമ്പറാണ് ഇവിടെ. ഈ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബൊക്കെ ഇങ്ങനെ കൊണ്ട് എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് പോകാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു അനുജത്തിക്കുട്ടി ടീനയാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിന് ഒരുപാട് സ്നേഹം, സന്തോഷം. ഞാനിപ്പോൾ ഞങ്ങളുടെ തന്നെ ബാക്കിലെ ഗാർഡനിലാണ്. ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സ്ഥലം നമ്മളിങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിനോടുള്ളൊരു ഇഷ്ടം കാരണം ചെടികൾ എവിടെ കണ്ടാലും നമുക്കത് വാങ്ങിക്കാനും പിന്നെ കൊമ്പുകളൊക്കെ നടാനും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടിയിലാക്കി വെക്കാനും കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നേ. അപ്പോൾ നിങ്ങളത് കുറേ പേര് കാണുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് അതിപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ എൻ്റെ കൂടെ കാണണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റൂൾ കൊണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ലോങ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കമ്പോസ്റ്റ്. അപ്പം ഞാനിതൊന്ന് മാറ്റിയിട്ട്, അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എലിയുടെ ശല്യം ഉണ്ടാവുമെന്നേ. ഇവിടെ അങ്ങനെ എലിയുടെ ശല്യം കാണാറില്ല. പിന്നെ ഇതിങ്ങനെ മൂടി വെച്ചേക്കുന്നത് കൊണ്ട് എലിയൊന്നും വന്നില്ല കേട്ടോ. വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഇളക്കിയായിരുന്നു ഓൾറെഡി. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇളക്കാൻ പോവാണേ. അതെ, ഈ ഒരു പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ എല്ലാം അവിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ. അതിനിടയ്ക്ക് ഏതാണ്ട് ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അത് നമുക്കങ്ങ് എടുത്താലോ? ഇല്ല, അത് പോയി. എന്തെങ്കിലുമൊക്കെ വിത്തേ മുളച്ച് വന്നതായിരിക്കും. ഓക്കെ, എന്നാലും അവിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ടേ. എന്നിട്ട് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ബാക്കി കമ്പോസ്റ്റിന് ഇടാനായിട്ടുള്ള സാധനങ്ങൾ ഇടാം, അതല്ലെങ്കിൽ വേറെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. ഇങ്ങനെ ഇതൊക്കെ ഇളക്കുമ്പോഴും ഈ എൻ്റെ കൂടെ ഒന്ന് ഞങ്ങളുടെ ഡോഗും ഉണ്ട് കേട്ടോ. എല്ലാവരോടും ഹലോ പറഞ്ഞേ. കർണൻ ഇങ്ങോട്ട് വന്നേ. ഒന്ന് ഹലോ പറഞ്ഞ എല്ലാവരോടും ഒന്ന് ഹലോ പറയാൻ വന്നിരിക്കുവാണേ. ഓക്കെ, നല്ല കുട്ടിയായിട്ടിരിക്കണേ. അമ്മയുടെ കൂടെ ഇരിക്കണം കേട്ടോ. അവിടെ ഇരുന്നോ. ഇതിങ്ങനെ ഇളക്കുമ്പോഴേ നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതി തോന്നും കേട്ടോ. നാട്ടിൽ പണ്ട് ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന കാരണം എൻ്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വന്നു. അതെന്തായാലും ഇതാവില്ല, അത് കളയുവാണേ. കൃഷിയൊക്കെ ഉണ്ടായത് കാരണം നമുക്കിങ്ങനെ ഒരു വലിയൊരു കുഴിയിലേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിടും. അന്ന് ചപ്പും ചവറും വെജിറ്റബിളിൻ്റെ തോലും എല്ലാം. അപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ അതെല്ലാം കൂടി ഇളക്കി നമ്മൾ കൃഷികൾക്കും പിന്നെ ഈ എന്താ പറയുക തെങ്ങിന് തടം എടുക്കും. നിങ്ങൾക്കറിയാമോ അതൊക്കെ? തെങ്ങിന് തടം എടുക്കും ഒരു പ്രാവശ്യം. എന്നിട്ട് തടം മൂടുന്ന സമയത്ത് ഈ ചപ്പ് ചവറ് ഇതെല്ലാം കൊണ്ടുവന്നിടും അതിനകത്ത്. പിന്നെ നമ്മുടെ പറമ്പിൽ കണ്ണി കൂട്ടുന്നത് എനിക്ക് തോന്നുന്നു പറമ്പ് വൃത്തിയായിട്ട് കിടക്കാനായിരിക്കും അല്ലേ. ഇങ്ങനെ കുറേ മണ്ണിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൂമ്പാരം കൂട്ടി ഇങ്ങനെ പോവും. അപ്പോൾ ഒരു വലിയ പറമ്പാണെങ്കിൽ കുറേ ഉണ്ടാവും, 10-50 കണ്ണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറമ്പ് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കും. എന്നിട്ട് കുറേ കഴിയുമ്പം ആ കണ്ണി അങ്ങ് നികത്തും. അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ തടം മൂടും കുറേ ചവറൊക്കെ ഇട്ടിട്ട്. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യണുണ്ട്. അപ്പം ഇതിപ്പം ഒരു ഭാഗം നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് മണ്ണിൽ. ഇനിയും ലയിക്കാനുണ്ട്. ഇതിപ്പോൾ ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിളിനൊക്കെ ഇടാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അതിൻ്റെ മുട്ടത്തോടൊക്കെ ഒന്നും കൂടി ആവാനുണ്ട്. ഞാനൊന്ന് ഇളക്കി മറിച്ചിട്ടു. ഇതിൽ ജലാംശമുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തൈര് ഒഴിച്ചതുകൊണ്ടേ ഇതെല്ലാം നല്ല ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നല്ല ബാക്ടീരിയ ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ കമ്പോസ്റ്റ്? അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. വേറെ ആഡ് ചെയ്താൽ പിന്നെയും കുറേ സമയം എടുക്കില്ലേ മാറാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഇതിങ്ങനെ സേഫായിട്ട് ഞാൻ ഇവിടെ തന്നെ എടുത്ത് മാറ്റി വെക്കുവാണേ. നമ്മൾ ചെയ്ത പോലെ തന്നെ വെക്കുക. ഇങ്ങനെ വെച്ചു. ഇനി അടുത്തത് ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ബക്കറ്റിൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇങ്ങനത്തെ ഒരു ബക്കറ്റ് എടുത്തു. പിന്നെ ഞാൻ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട്. ഹോള് വേണം കേട്ടോ, കാരണം എയർ സർക്കുലേഷൻ വേണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് ഓരോരോ ലെയറായിട്ട് കമ്പോസ്റ്റിന് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ വെക്കുന്നു.
അണ്ണാ ദേ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവണ്ടേ? ഇഷ്ടമാണോ നിനക്കിതൊക്കെ? മിടുക്കനാ. ഹലോ പഞ്ഞ് എല്ലാവരോടും ഹലോ പഞ്ഞ്. അവിടെ പോയിരുന്നോ എന്നാ ചെല്ല്. അതിന് മുൻപുണ്ടല്ലോ നമ്മുടെ ഈ പച്ചക്കറികളെ കുറച്ചും കൂടി ചെറുതാക്കുകയാണെങ്കിൽ നല്ലതാ. അപ്പം ഞാനൊന്നും കൂടി ചെറുതാക്കട്ടെ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ പഴത്തിൻ്റെ തൊണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയിടാണെങ്കിലേ നല്ലതാണേ. അപ്പോൾ അവൻ നോക്കും എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന്. നമ്മുടെ ചായപ്പൊടിയുടെ പത്തി, പിന്നെ കുറച്ച് ഈ വാട്ടർമെലനൊക്കെ ഇല്ലേ അതിൻ്റെ തൊണ്ടുകൾ, പിന്നെ പൊട്ടറ്റോ. ചിലർ പറയുന്ന നാരങ്ങ ഒന്നും ഇതിനകത്ത് ഒഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ എല്ലാം ഇട്ടു കേട്ടോ. നാരങ്ങയുടെ തൊണ്ടും എല്ലാം ഇതിനകത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് അതെല്ലാം അവിഞ്ഞ് പോകുന്നുണ്ട്. ഉള്ളി വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. കുക്ക് ചെയ്തതില്ല. കുക്ക് ചെയ്തിടുമ്പോൾ വേറൊരു സ്മെല്ല് വരുമെന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് കുക്ക് ചെയ്തില്ല. ബാക്കിയൊക്കെ ഞാൻ നന്നായിട്ടാണ് കിടക്കുന്നത്. കുഴപ്പമില്ല. ഒരു തൊണ്ടുകളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് പൊക്കോളിരിക്കും അല്ലേ? നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴേ എൻ്റെ തൊണ്ടും ഇതൊക്കെ കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി വെക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാമല്ലോ. എന്തിനാ നമ്മൾ പൈസ കൊടുത്ത് വളം മേടിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇവിടെ വെജിറ്റബിൾ ഉണ്ട്, ഇതിനകത്ത് കരിയിലുണ്ട്, മണ്ണുണ്ട്, തൈരുണ്ട്, കുറച്ച് കാർബൺ പേപ്പറുകളുണ്ട്. ഇത്ര മതിയല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കുറച്ച് കാർബൺ പേപ്പർ ഇടാൻ പോവാണേ. കുറച്ച് കാർട്ടൂണൊക്കെ ഉണ്ട് ഇതിനകത്തിപ്പം. അത് ഒരു നേരം ഇട്ടു. ഇനി കുറച്ച് കരിയില ഇടാം. കരിയിലയുടെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കട്ടെ കേട്ടോ. കരിയിലിട്ടു. ഇനി നമ്മുടെ വെജിറ്റബിൾ പകുതി ഇടാം. അപ്പോൾ ഒരു ലെയറും കൂടി ഉണ്ടാക്കാൻ പറ്റുമേ. പകുതി ഇട്ടു. അതിനകത്ത് മുട്ടത്തൊണ്ടും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നൈട്രജനും പൊട്ടാസ്യവും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത്രയും ഡൈല്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പം ഈ തൈരിന് പകരം നമുക്ക് ശർക്കരയുടെ വെള്ളമില്ലേ, ശർക്കര ഉരുക്കിയിട്ട് അതും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. പക്ഷേ അതൊഴിക്കുമ്പോൾ എനിക്കൊന്നും ഈ ഉറുമ്പൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊഴിച്ചിട്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഒഴിച്ചു. ഇത് മാറ്റി വെച്ചു. എന്നിട്ട് ഇനി നമുക്ക് പ്രധാനമായിട്ടും മണ്ണിടണം. മണ്ണ് നന്നായിട്ട് ഇത് മൂടത്തക്ക രീതിയിൽ മണ്ണിടണം. കണ്ടോ? അതെ, മണ്ണിട്ടു. ഇപ്പോൾ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ലെയറും കൂടിയും ഉള്ളതുണ്ട്. അപ്പോൾ ബാക്കി ഇതേ പേപ്പർ ഇട്ടു. പേപ്പർ കുറച്ചും കൂടി മുറിച്ചൊക്കെ ഇടാൻ വേണമെങ്കിൽ ഇട്ടു. കരിയില അങ്ങ് ഇട്ടേക്കാം. ഇനി അത്രേ ഉള്ളൂ. ഞാനത് ചാക്കിലെടുത്ത് വെച്ചതാ കരിയില. ഇനി കുറച്ച് വെജിറ്റബിളും കൂടി ഉണ്ട്, അതും കൂടി ഇടാം. നിങ്ങൾ ചോദിക്കുമല്ലോ, നിങ്ങൾ വിചാരിക്കുമല്ലോ ചേച്ചി ഇതിനൊക്കെ എവിടെയാ സമയമൊന്നല്ലേ? സമയം നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ. തൈര് ഒഴിച്ചു, തീർന്നു. ഇനി മണ്ണിടണം. മണ്ണിട്ട് നന്നായിട്ട് ഓക്കെ എല്ലായി. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ ഓസിന്ന് കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടോ. നിങ്ങൾ വരുന്നോ കൂടെ വെള്ളം എടുക്കാനായിട്ട്? നോ 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 നോ. മാറി വെള്ളം എടുത്തുകൊണ്ട് പോട്ടെ. മാറ്. അത് ഈ വെള്ളത്തിൻ്റെ ഓസ് ഓൺ ചെയ്യുമ്പോണ്ടല്ലോ ഇവന് ഭയങ്കര ഇതാ. അവൻ അതിൽ നിന്ന് കുടിക്കണം. കുറച്ച് കഴിയുമ്പോൾ തരാം കേട്ടോ. ഇതൊന്ന് കഴിയട്ടെ. മാറ്. ഇന്ന് വെള്ളം എടുത്തുകൊണ്ടൊന്നു കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലൊന്ന് തെളിച്ചു കൊടുക്കാം. അങ്ങനെ ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എളുപ്പമല്ലേ?
ഇതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം നമുക്ക്. മാറ് അങ്ങനെ മാറ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം. അടച്ചിട്ട് നമുക്ക് മറ്റേ കമ്പോസ്റ്റിൻ്റെ തന്നെ മുകളിലേക്ക് അങ്ങ് കയറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് മൂടണം. നോക്കട്ടെ എന്താ മൂടാൻ പറ്റുന്നതെന്നേ. ഞാനിപ്പോൾ ഇങ്ങനത്തെ തന്നെ ഒരു കൂടിരിപ്പുണ്ടായിരുന്നു, അത് തന്നെ ഇടുവാണേ. അത് പറന്നു പോവാതെ എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പറന്നു പോവും. നോക്കട്ടെ എന്താ പറ്റുന്നതെന്നേ. ഒരു ഇഷ്ടി എടുത്ത് വെച്ചാലോ, പോവാതെ. ഇഷ്ടി എടുത്ത് വെക്കട്ടെ കാണാ. നീ നോക്കണം കേട്ടോ, ആരും പറന്നു പോകണ്ട നോക്കണം കേട്ടോ. ഞാനൊരു ഇഷ്ടി എടുത്ത് വെച്ചു. ഇനി ഒന്നും പോവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കമ്പോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നീ ഒന്ന് മാറിയട വിട്ടാന്ന്, ഒന്ന് മാറിയട അവിടെ നിന്ന് ഒന്ന് മാറിയട ഒന്ന്. ഓക്കെ, ഇനി എന്താ, ഇനി നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. ഒന്ന്, നമ്മളന്ന് നിങ്ങളുടെ കൂടെ കുറേ പൂക്കളൊക്കെ നട്ടില്ലായിരുന്നോ? അതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലിതേ ഒരു പൂവാണിത്. ഇതുണ്ടോ, പെറ്റൂണിയ. ഞാനൊരു കുപ്പിയിൽ നട്ടതാ, കുപ്പിയിൽ. ഇതേ ഇതുണ്ടോ, നല്ല മജന്ത കളറല്ലേ. ഈ സൈഡ് നല്ല ഭംഗിയായിട്ട് വന്നു. ഈ സൈഡിൽ ഒരെണ്ണം കൂടി നടായിരുന്നു നമുക്ക്, പക്ഷെ അത് ഞാൻ വിട്ടുപോയി നടാനായിട്ട്, അതുകൊണ്ട് ഇവിടെ ഇല്ല. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് വന്നു. അതെ, ഇഷ്ടമായോ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളോ കുപ്പികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടാട്ടോ. ഡാ അപ്പം നടാട്ടോ. ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു പെറ്റൂണിയ വേണി കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇത് വേറൊരു പെറ്റൂണി. ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഇത് വേറെ കളറാണിതേ. ഇതും ദേ കുപ്പിയിലാണ് നട്ടത്. ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ കുപ്പി അത് ശരിക്കും. കണ്ണാ പോയേ, ഇങ്ങോട്ട് പോയേ, അത് പോട്ടെ. ഒരു ഈച്ച ഇവിടെ കിടന്ന് പറന്നിട്ട് അവന് ഇഷ്ടമായില്ല അത്. അതെ, വെള്ളയുണ്ട്. ഇതിനകത്തൊരു ലിസിബിസി ഉണ്ട്. അതെ, ഇത് ആ ചുമപ്പ് ലിസിബിസിയാ. പിന്നെ റോസ്, ഇതിനകത്ത് വരച്ച് വെച്ചിരിക്കുന്ന പെറ്റൂണിയ. അതെ, ഇത് കണ്ടാ. അപ്പോൾ ഇത് രണ്ടാമത്തെ. ഇനി കാണിച്ചു തരാം കേട്ടോ. എന്നാ ഇതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ കൂട്ടുകാരെ, അവർക്ക് ഇഷ്ടാവൂടാ. ഇത് നമ്മൾ ബിസിലിസി നട്ടതാ, ഈ ഇതുപോലത്തെ തന്നെ കുപ്പിയിൽ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെറുതായിരുന്നു നട്ടപ്പം. നല്ല പിങ്കിഷ് ഓറഞ്ച് ഇങ്ങനെ. ഇനി ഇതിൻ്റെ അടിയിലത്തേന് ഏത് കളറാണെന്നറിയില്ല, വരും. ഇഷ്ടമായോ? ഇതും കുപ്പിയാണേ. അപ്പം എത്ര കുപ്പിയായി നമുക്ക്? 3 കുപ്പിയായി. മാറിയടാ, ഒന്ന് കാണിക്കട്ടേടാ ഒന്ന്. ഇത് നമ്മുടെ ബിസിലിസി. ഇത് സാധാരണ ഈ ഇങ്ങനെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലിട്ടതാ. ഒരു മാസത്തിൽ കൂടുതലായി ഇതൊക്കെ നട്ടിട്ട്. ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണിക്കാനൊരു സന്തോഷം. ഇത് നമ്മളൊരു സ്ഥലത്ത് പോയപ്പം വില കുറഞ്ഞ് കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ ഒരു ബിസിലിസിയും കൂടി ഉണ്ട്. അത് കുറച്ചേ ഉള്ളൂ. അതൊരു 2-3 നട്ടുള്ളൂ നമ്മൾ. വേണ്ട, കുറച്ചേ ഉള്ളൂ. വെള്ളയും ചുമപ്പും പിങ്കും. അത് ഇച്ചിരി ഉള്ളൂ. അത് കൊച്ചു പിള്ളേർ പറയുന്ന പോലെ അത് ഇച്ചിരി ഉള്ളൂ. പിന്നെ വേറെ എന്താ കാണിക്കാനുള്ളത്? ഒന്ന് മാറിയടാ ഒന്ന്. എൻ്റെ ഒരു കൂട്ടുകാരി സിജി, നിങ്ങൾ കണ്ടു കാണും പല വീഡിയോയിലും. സിജി ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്നതാണ് വീട്ടിലേക്ക്. ഓർക്കിഡാണിത്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. വൈറ്റാ, കുറേ നാൾ നിൽക്കും. മുട്ടുകൾ നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ ഓർക്കിഡ് നമ്മൾ വളർത്തി ഒരു
എന്താ പറയുക ബിസിനസ് പോലെ വളർത്തുന്നുണ്ടല്ലോ. ഇത് ഞാൻ ഇൻഡോറാണ് വെക്കുന്നത്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ വരുന്നത്. ഇത് ചട്ടിയായിട്ടാണ് കിട്ടുന്നത്. സിജിയുടെ വീട്ടിൽ കുറേ ഉണ്ട്. അതുപോലെ തന്നെ സെയിം ഓർക്കിഡ് എനിക്ക് റാണി ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. അതിപ്പോൾ ഒരു 3-4 മാസമായി. സെയിം വെള്ള തന്നെ. അതെ, എൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടോ? ഉള്ളിലൊരു ചെറിയൊരു മഞ്ഞയും ഇങ്ങനെ. ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇതുണ്ടായി, കുറേ പൂക്കളുണ്ടായി ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അതും ഇതിങ്ങനെ ചട്ടിയായിട്ട് ഇതുപോലെ വരുന്നത്. ഇതിവിടെ ഇങ്ങനെ നമ്മുടെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് പിന്നെ എന്തുമായിരുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു പോയേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇവിടെ എത്ര വർഷം നേഴ്സായിട്ട് വർക്ക് ചെയ്താലും നമുക്കിങ്ങനെ ട്രെയിനിങ് അതെല്ലാ വർഷവും ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഒരു ട്രെയിനിങ് എനിക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ്സാണ്. അത് വരുമ്പം അത് നമ്മുടെ നാട്ടിലെ CPR എന്ന് പറയില്ലേ, CPR നമ്മൾ പേഷ്യൻ്റൊക്കെ എന്താ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ CPR കൊടുക്കാറില്ലേ, അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള വേർഷനാണ് ILS എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം ഇമ്മീഡിയറ്റ് ലൈഫ് സപ്പോർട്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ എന്താ പറയുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഒരു നിമിഷം പോലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട്. അതായിരുന്നു. അതെല്ലാ വർഷം ചെയ്യണം. ഞാനിവിടെ വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇപ്പം 6-7 വർഷമായി. അതിനു മുൻപ് നമുക്ക് ഇതിൻ്റെ CPR എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ കുറച്ചും കൂടിയും മുന്നോട്ടുള്ള വേർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തു. ഇന്നലെ ആയിരുന്നു. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം അത് നമുക്ക് തന്നെ ഓരോ സിനാരിയോ തരും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് കൊളാപ്സായി നമ്മൾ എന്താണ് ചെയ്യണത്. അപ്പം നമ്മൾ ചെന്ന് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക, എന്തൊക്കെയാണ് പേഷ്യൻറ്റിനെ ഉയർപ്പിച്ച് കൊണ്ടുവരുന്നത് വരെയുള്ള ഒരു കുറേ പോയിന്റുകളുണ്ട്. ആ പോയിന്റ് ബൈ പോയിന്റ് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മളത് പറഞ്ഞ് ചെയ്ത് പ്രാക്ടിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നമുക്കത് പാസ്സായെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു ഇന്നലെ. അപ്പോൾ ശരിക്കും ഞാനും ടീനയും റാണിയൊക്കെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും കോളേജുകളിലും എല്ലായിടത്തും ബേസിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഈ CPR. ഒരു പേഷ്യൻ്റ് അൺറെസ്പോൺസീവായിട്ട് കിടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ നമ്മൾ കാണുമ്പോൾ ബ്രീത്തിങ് ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൾസ് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ക്വിക്കായിട്ട് ചെയ്യേണ്ടത് CPR ആണ്. അത് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും കൊച്ചുങ്ങൾ തുടങ്ങി അറിഞ്ഞിരുന്നാൽ ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും വിധേന നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി CPR കൊടുക്കാനായിട്ട് എല്ലായിടത്തും പരിശീലനമാണ്. പഠിപ്പിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കണം എല്ലായിടത്തും. ഒരു സ്ഥലത്ത് പോലും നോ ഇല്ല ഇവിടെ. ഈ UK എല്ലാ സ്ഥാപനങ്ങളിലും CPR കൊടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പം എവിടെയാണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് വീണ് അവർക്ക് ബ്രീത്തിങ് ഇല്ല, അവർക്ക് പൾസ് ഇല്ല എന്ന് കണ്ടാൽ അവിടെ ആദ്യം കാണുന്ന ആ വ്യക്തി എന്തായാലും ഒരു CPR സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ ആംബുലൻസ് വരുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന CPR കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ ഇടയ്ക്ക് കാലടി കാഞ്ഞൂർ ഭാഗത്ത് ഓടിയൊരു ബസ്സിലുണ്ടായിരുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ബൈക്കിൽ പോയ ഒരു വ്യക്തി ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഈ കുട്ടി പോയിട്ട് പെട്ടെന്ന് CPR കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആ കുട്ടിയുടെ നമ്പർ കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് അതൊരു ഹലോ പറയാനായിട്ട്. ആർക്കെങ്കിലും കുട്ടിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്കമാലി കാഞ്ഞൂർ ആ സൈഡിലാണ് കുട്ടിയുടെ വീട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർത്തത്. എൻ്റെ വീട് കുറ്റിപ്പുഴയാണ്. കുറ്റിപ്പുഴ കുന്നുകര അങ്ങനെ അങ്ങോട്ട് പോയി കുറച്ചും കഴിയുമ്പോൾ മാഞ്ഞാലി എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മാഞ്ഞാലി പാലത്തിൽ നിന്ന് നീറ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതിനാന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ആ മാഞ്ഞാലി പാലത്തിൽ നിന്ന് താഴെ എന്ന് പറഞ്ഞാൽ വലിയ പുഴയാണ്, ഭയങ്കര ഒഴുക്കുള്ള പുഴ. ആ പുഴയിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കി നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഒന്നും അറിയാതെ ഒരു പ്രൈവറ്റ് ബസ് അവിടെ വരികയും ആ ഡ്രൈവർ താഴെ ഇറങ്ങി, കണ്ടക്ടർ ഉണ്ടായിരുന്നു, ചോദിച്ചു എല്ലാവരോടും എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ താഴെ ഇങ്ങനെ ആ ഓളത്തിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക, എന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ആ മനുഷ്യൻ ഒന്നും നോക്കിയില്ല. അദ്ദേഹം ആദ്യം കണ്ടക്ടറോട് ചോദിച്ചെന്ന് പറഞ്ഞു ഞാൻ ചാടട്ടെ എന്ന്. അപ്പോൾ ആദ്യം കണ്ടക്ടർ പറഞ്ഞു ചാടണോ അങ്ങനെ എന്തോ പറഞ്ഞു, പക്ഷെ രണ്ടാമത് പറഞ്ഞു ചാടിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ഒന്നും നോക്കാതെ എടുത്ത് ചാടി ആ പെൺകുട്ടിയെ രക്ഷിച്ചു. ആ ഒരു നിമിഷങ്ങളൊന്നും ഓർത്ത് നോക്കിയേ. ഇദ്ദേഹം ഈ കൊച്ചിനെ കയ്യിലെടുത്തിട്ട് നമ്മളും നീന്തണമല്ലോ, നീന്തി നിലയില്ലാത്ത വെള്ളമാണ്, എത്ര നീന്തൽ അറിയാവുന്നവരും നമ്മൾ കുഴഞ്ഞു പോകും ശരിക്കും പറഞ്ഞാൽ.
നമ്മൾ പതറിപ്പോവും. വേറെ ആരും ഹെൽപ്പിനുമില്ല. അദ്ദേഹം തന്നെയാണ് ആ കുട്ടിയെ രക്ഷിച്ച് കരയ്ക്കടുപ്പിച്ച് ഇന്ന് ഹോസ്പിറ്റലാണ്. പക്ഷേ അപകട നില തരണം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും നാട്ടിൽ വരുമ്പം അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്, അദ്ദേഹത്തോടൊന്ന് ഹലോ പറയണമെന്നുണ്ട്. ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തരണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം അവരെ ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തു. ഒരുപാട് സംഘടനകൾ, നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് പോയി അപ്രിഷ്യേറ്റ് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത വലിയൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ നേഴ്സ് കുട്ടിയും ഒരുപാട് പേര് എന്താ പറയുക അഭിനന്ദിച്ചു, പൊന്നാടകൾ അണിയിക്കുകയും സമ്മാനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു. അകലങ്ങളിരുന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അത് കേൾക്കുകയും കാണുമ്പോഴും ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നലെ പോയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഗാർഡനിലേക്ക് വന്നത്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടായിരുന്നില്ല, 2 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടേക്ക് അങ്ങോട്ട് വരുമ്പം എന്താ പറയുക ബാക്കിയുള്ള സ്ട്രെസ് എല്ലാം പോകും. അത്രയ്ക്ക് സന്തോഷമാണ് ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഈ പൂക്കളോടും ചെടികളോടും ഒക്കെ സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്, പഴയ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ഇന്ന് ലോങ് വീഡിയോ ആയിരിക്കും. സമയമുള്ളവർ കാണുക, കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും മല്ലിയിലയാണെന്നല്ലേ. ഇത് മല്ലിയില അല്ല. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു കൃഷിയാണ്. ഇത് വെച്ചിരിക്കുന്നത് റോസിൻ്റെ താഴെയാണ്. നമ്മുടെ റോസല്ല, അപ്പുറത്തുകാരുടെ റോസാണ് കേട്ടോ. ഇഷ്ടംപോലെ റോസ് ഉണ്ടാക്കി നിൽക്കുക. ചേച്ചി ഒന്ന് പറയുമ്പോഴത്തേക്കും വേറെ 100 കാര്യങ്ങളിലേക്ക് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇതേ ഇതിൻ്റെ ചെടി ഇങ്ങനെ വരുന്നത് പെരിഞ്ജീരകം. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടു. പെരിഞ്ജീരകം ഇങ്ങനെ ഇതിൻ്റെ ചെടി കാണാനും ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ വളർത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇനി ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ചിലപ്പം വേറെ ചട്ടിയിലേക്ക് പറിച്ച് നടന്നേരിക്കും. ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് അറിയാമെങ്കിൽ പറയണേ, ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് പറയണേ. ഇത് കുറേശ്ശായിട്ട് ഓരോ ചട്ടിയിലേക്ക് നടണോ അതോ ഇങ്ങനെ തന്നെ നിർത്തിയാൽ മതിയോ? എൻ്റെ ഈ ഇലകൾ കാണാനായിട്ട് ഇങ്ങനെ തളിരിലകൾ എന്ന് പറയില്ലേ, ആ തളിരിലകളാണിത് ശരിക്കും പറഞ്ഞത്. കണ്ടോ, തളിരിട്ട കിനാക്കൾ അത്. അപ്പോൾ ഇതൊരു പുതിയ സംഭവം ഞാൻ ചെയ്തിരിക്കുവാണ്. ഇനി അടുത്തൊരു പുതിയ സംഭവം ചെയ്തിരിക്കുന്നത് കാണിക്കാം. ഏടാ നീ ഇവിടെ കിടക്കുവാണോടാ? ഇതൊരു പുതിയ സംഭവമായിരുന്നു. ഇത് പക്ഷെ ഞാനിതൊന്ന് മുറിച്ചെടുത്തു. ഞാനിതിൻ്റെ ഷോർട്സ് ഇടുന്നുണ്ട്. ഇത് ഉലുവയാണ്. ഉലുവ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്രോഗ്രീനിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടതാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ ചൂടിൽ നമുക്ക് മൈക്രോഗ്രീൻ ചെയ്യാൻ പറ്റില്ല, അത് വളർന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഉലുവ, നമ്മുടെ സാധാരണ ഉലുവ ഒരു പിടി എടുത്ത് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് ഡ്രെയിൻ ചെയ്ത് ഞാനൊരു ടിഷ്യൂലോ അല്ലെങ്കിൽ പഴംതുണിയിലോ എന്തെങ്കിലും ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അതിനകത്ത് മുള വന്നപ്പോൾ ഒന്നുകിലും നമുക്ക് മൈക്രോഗ്രീന് വേണ്ടിയിട്ട് ഇടാം. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ഈ ചട്ടിയിൽ കൊണ്ടുവന്നിട്ടു, മണ്ണിൽ സാധാരണ നമ്മൾ പാകുന്നത് പോലെ. എന്തുവാടാ അവിടെ? പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ മുളകൾ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതേ വളർന്ന് ഇത്രയായി. അപ്പം ഞാനിന്നത് മുറിച്ച് തോരന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാമായിരിക്കും, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ഹാർട്ടിന് ഒരുപാട് നല്ലതാണ്. പിന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻറ്റിന് വളരെ നല്ലതാണ്. ഡൈജഷൻ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇതിനകത്ത് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളുള്ളൊരു സാധനമാണ് ഉലുവ. ഈ ഉലുവയുടെ ഇല ഉണക്കിയിട്ടാണ് നമ്മൾ കസൂരി മേത്തി ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന്. അതും എനിക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കസൂരി മേത്തി നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ നമ്മുടെ എന്താ പറയുക പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ കസൂരി മേത്തി ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പുതിയൊരു കാര്യം ചെയ്തു. നിങ്ങൾക്കും ചെയ്ത് നോക്കാം. അങ്ങനെ ഉലുവ ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഞാൻ മുറിച്ചെടുത്തല്ലോ, ഇനി ഇത് വളരുമോ അറിഞ്ഞൂടാ. വളരുമോ ആർക്കെങ്കിലും അറിയാമോ? എന്തായാലും വെച്ച് നോക്കാം. നമുക്ക് വളരുവാണെങ്കിൽ വളരട്ടെ. പിന്നെ എൻ്റെ മല്ലിയില ഞാൻ ഇതുവരെയായിട്ടും കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, അടുത്ത ചട്ടി റെഡി ആയിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഇടുന്നതായിരിക്കും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി എന്താ നിങ്ങളെ പുതിയത് വേറൊരെണ്ണം കാണിക്കാനുണ്ട്. ഇത് നമ്മുടെ മിൻ്റാണത്. മിൻറ്റ്, പുതിനയിലല്ലേ. ഞാൻ ആ മല്ലിയിലയുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ചേച്ചി ഈ പുതിനയില എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊരു വീഡിയോ ഇടാമോന്ന്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ചെയ്യണവരായിരിക്കും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പുതിനയില കാണുമായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിനയില എടുത്തിട്ട് അതിൻ്റെ തണ്ട്, ഒരുമാതിരി നല്ല തണ്ട് മൂത്തത് നോക്കി വെള്ളത്തിലിടുക. വേണ്ട, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണത്. സാധാരണ വെള്ളത്തിലിടുക. എന്നിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ വേര് വരും.
വേണ്ടത് ഇതുപോലെ വേര് വരും വന്നിട്ടുണ്ട് ഇതിന് കാണാമോ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇലയും വരും. ഇതിപ്പോൾ ഒരു 2 വീക്സ് ആയി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ നടേണ്ടതായിരുന്നു. എനിക്ക് ടൈം കിട്ടിയില്ല നടാനായിട്ട്. ഇതിനിപ്പോൾ കൊണ്ടുപോയി നട്ടാൽ മതി. ഒരു ചട്ടിയിൽ നട്ടാൽ ഇതിങ്ങനെ വളർന്നു വന്നോളും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ടതാണിത്. ഇപ്പോൾ ഈ വർഷം നന്നായിട്ട് വന്നതേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും ഇവിടെ വൈകുന്നേരം. കട്ടൻ ചായ കുടിക്കുമ്പം ഇതിൻ്റെ ഒരു ചെറിയ ഇല, ഒന്നോ രണ്ടോ ഇല കൊണ്ടുപോയി ആ കട്ടൻ ചായയിലിട്ടിട്ട് കട്ടൻ ചായ കുടിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാമല്ലോ. ഈ പുതിനയിലയുടെ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ഇത്തിരി തേങ്ങ ചേർത്താൽ കിടുക്കാച്ചിയാണ്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്തു. എന്നാടാ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ബാബാ ഇങ്ങോട്ട് വാ. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്? ഇന്ന് പുതിയത് ചെടികളൊന്നുമില്ല കാണിക്കാനായിട്ട്. പിന്നെ തക്കാളി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ഞാൻ തക്കാളി ഈ കുപ്പിയിൽ നട്ടത് ഓർക്കുന്നുണ്ടോ? കുപ്പിയിൽ ഇവിടെ നട്ട തക്കാളി. ഇതിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയും. ഇതിന് സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. വളഞ്ഞിങ്ങോട്ട് വന്നു. വേണ്ട, ഇത് ഉണ്ടായി തുടങ്ങിയിട്ടില്ല, ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതൊരു പുതിയ അനുഭവമാണ് എനിക്ക്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി അടുത്തത് ഞാൻ തക്കാളി എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനത്തെ തന്നെ ബോട്ടിൽ ഒരു 3-4 അവിടെ ഇവിടെയൊക്കെ നട്ടു. കണ്ടോ, സൈഡിൽ കൂടെയും 1, 2, 3 എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒരു പ്ലമ്മിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നേ. ആ മരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് പ്ലം ഉണ്ടാവുന്നില്ല 2-3 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ആ മരത്തിൽ ഇത് മൊത്തം തൂക്കിയിട്ടിരിക്കുക. കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കൊണ്ടുപോട്ടെ. ഇവിടെ മൊത്തം ഇവിടെ ഇതുണ്ടോ, ഈ കുപ്പികളിലൊക്കെ ഞാൻ ഇത് തക്കാളി താഴെ നട്ടിരിക്കുക. ഇതൊരു ചീര ഇന്നലെ നട്ടതാ. ഇതിലൊക്കെ തക്കാളിയാണ്. ഇവിടെയും തക്കാളി. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. പൈസ ചിലവില്ലാണ്ട് നമുക്ക് ഈ കുപ്പികളിൽ തന്നെയായിപ്പം നമുക്ക് ഒരുപാട് എന്താ പറയുക എളുപ്പമായി ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് ഇനി കാണിക്കാട്ടോ അടുത്തത്. എനിക്കൊരു വലിയൊരു ബാസ്ക്കറ്റ് നിറയെ നമ്മുടെ ചീര മുളച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ആ ചീര അതിൽ നിന്ന് കുറച്ച് പറിച്ച് നമ്മൾ വേറെ എന്തിലേക്ക് നടണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്രോ ബാഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വരുമോ കൂടെ ഗ്രോ ബാഗ് ഉണ്ടാക്കാനായിട്ട്? നമുക്ക് നോക്കാം, എങ്ങനെയാന്ന് നോക്കാം. എനിക്കും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഗ്രോ ബാഗ് ഉണ്ടാക്കി വലിയ പരിചയമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാന്നേ. ഓക്കെ, എനിക്ക് ടീന തന്ന ഒരു ചട്ടിയിൽ ചീര നന്നായിട്ടിരിപ്പുണ്ട്. ഇതിനിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ വളർന്നാൽ മതിയല്ലോ. ഇത്രയായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വളർന്നങ്ങോട്ട് പോട്ടെ അല്ലേ. ഇനി വേറെ നമ്മുടെ റാണിയുടെ ഡാഡി വന്നപ്പം തന്ന ചീരയുടെ വിത്താണ്. അത് മൊത്തം നല്ലതായിട്ട് മുളച്ച് വന്നു. പക്ഷെ അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. എനിക്ക് തോന്നുന്നു ഇന്ന് കുറേശ്ശെ പറിച്ച് നടണമെന്നാണ് തോന്നുന്നത്. ഇന്ന് മാറിയുടെ കുട്ടാന്ന്. അയ്യോ, അതിനു മുൻപ് നിങ്ങളോടൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. ഇതൊരു വഴുതനങ്ങയുടെ തൈ ഞാനിവിടെ ഹസ്കിൻസിൽ നിന്ന് മേടിച്ചതാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിന് നല്ല പുഷ്ടിമ തോന്നി. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ടു. നമ്മുടെ അന്നത്തെ ആ വളവും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നേ. എന്നിട്ട് ഇതിന്ന് പൂ വന്ന് പോണതല്ലാണ്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ എപ്പോഴും സങ്കടം പറയും, എന്നാലും ഒരു വഴുതനങ്ങെങ്കിലും ഉണ്ടായില്ലല്ലോ. എനിക്ക് എന്തൊരു സങ്കടമായി. ഞാൻ എന്ത് നോറ്റ് നിന്നോട് ഞാൻ വർത്താനം പറഞ്ഞു, വളം ഇട്ടു, സ്നേഹം തന്നു, വാത്സല്യം തന്നു, എല്ലാം തന്നു. എന്നിട്ട് എനിക്ക് ഒരു വഴുതനങ്ങ പോലും ഉണ്ടാവാണ്ട് എല്ലാം പൂക്കളായിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് എന്നും പോയി ഞാൻ സങ്കടം പറയും. സങ്കടം ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇപ്പം ഇതുണ്ടോ, ഇതിൽ ഈ ഓരോ പൂവിൻ്റെ ഇതിനിടയ്ക്ക് ഒരു ചെറിയ വഴുതനങ്ങയായിട്ട് കാണുന്നുണ്ട്. ഇത് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു 100 പവൻ എനിക്ക് കിട്ടിയ പോലെയായിരുന്നു സന്തോഷം. ഇനി ഇത് നിലനിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? അതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കായകളുണ്ട്. ഞാൻ എന്നിട്ട് ഇന്നലെ വെറുതെ ഹസ്കിൻസിൽ പോയി നോക്കി അവിടെ ഉണ്ടോയെന്ന്. പക്ഷെ അവിടെ ഒന്നുമില്ല. എനിക്കൊന്ന് ചൂടത്ത് എല്ലാ കാര്യങ്ങളും പോയി തോന്നുന്നു. ഒരു സാധനം പോലും ഇല്ല അവിടെ.
ഇത് എന്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്ന് ഒരെണ്ണമെങ്കിലും ഉണ്ടായി നിങ്ങളെയൊന്ന് കാണിക്കാനായിട്ട് ഞാൻ വെമ്പുവാ കിടന്ന്. ഇങ്ങനെ എന്താ പറഞ്ഞത്, നമ്മുടെ വേഴാമ്പലും മഴയെ കാത്തിരിക്കുന്ന പോലെയാണ് ഞാൻ ഈ വഴുതനങ്ങ ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പം നിങ്ങളുടെയും കൂടി സ്നേഹത്തിന് കൊടുത്തേക്ക് കേട്ടോ. ഓരോന്നോരോന്നും നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ? ഇത് നമ്മുടെ പെപ്പറാണിത്. ഇതന്ന് വാങ്ങിച്ച് നട്ടത് തന്നെയാണ്. ഇതാണ് പെപ്പർ. നമ്മുടെ ക്യാപ്സിക്കം ഇല്ലേ, ഇതിനകത്ത് പൂവിട്ട് വരുന്നുണ്ട്. പൂവിടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പൂവിട്ട് വരുന്നുണ്ട്. അപ്പം മിക്കവാറും ഇതിനകത്ത് 1-2 ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പം ഇതിനെയും സ്നേഹിക്കാം നമുക്ക്. നീ ഇങ്ങനെ ഇവിടെ കിടന്നാൽ ഞാൻ എങ്ങനെയാണോ ഓരോന്ന് കൊണ്ടേ കാണിക്കുന്നത് ഇവരെ? അമ്മയ്ക്ക് കാണിക്കണ്ടേ ഇവരെ? സന്തോഷം വരണ്ടേ? വേണോ? നമുക്കിനി മുളക് കാണിക്കാം. മുളക് നമുക്ക് മുളക് കാണിക്കാം. ഇതേ മുളക്. ഇതൊരു കുഞ്ഞി തൈ മേടിച്ചതാണിത്. ഇത് നോക്കിയേ, മുളകുണ്ടായി നോക്കണേ. അങ്ങനെ ലിസ്റ്റേജിലെ വീട്ടിൽ മുളകുണ്ടായേ. പറിക്കാൻ എനിക്ക് തോന്നണില്ല, അവിടെ കിടന്നോട്ടെ. കാണണ്ടോ നിങ്ങൾ? 1 2 3 4 5 6 7 8 9 10 11 12 13 ഇനിയുണ്ട് കുറേ. ഇഷ്ടമായോ? ഞാൻ എന്നിട്ട് ഇവിടെ കുറച്ച് ഇത് മുളക് തരികൾ ഇട്ടിരിക്കുന്നതാ, പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറിച്ചാടാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ? ഇനി ഇത് കഴിഞ്ഞു അല്ലേടാ? ഇനി എന്താടാ കാണിക്കാനുള്ളത്? എന്താടാ കാണിക്കാനുള്ളത്? നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കണ്ടേ ഇനി? ഗ്രോ ബാഗ് ഉണ്ടാക്കണോ പറഞ്ഞേ? ഇത് വേറൊരു ചെടിയാണിത്. ഇത് ഈ പെറ്റൂണിയുടെ തന്നെ ചെറിയ വിഭാഗമാണ്. നമുക്ക് വളരെ വില കുറവിനൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. എന്ത് രസമാണെന്ന് നോക്കി കാണാനായിട്ട്. ഇങ്ങനെ പടർന്ന് കിടക്കും, കാണാൻ പറ്റണ്ടോ? അയ്യോടാ, കുഞ്ഞ് പെറ്റൂണിയാന്ന് തോന്നുന്നത്. രസമില്ലേ? ഡിഫറെൻറ്റ് കളറായിട്ട്. ഇവിടെ ഇരിക്കട്ടെ. എന്തോടാ കാണിക്കാനല്ലേ? നമുക്ക് എന്തെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട് ഇനി? ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. കാണാൻ ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നി ഈ പൂവല്ലേ. ഇത് ഉണ്ടോ? പക്ഷെ ഇത് ബിഗോണിയാണിത്. ഇതിൻ്റെ കളർ നോക്കിയേ. ഇതിൻ്റെ കളർ കാണിക്കാൻ കൊണ്ടെന്താണ് കേട്ടോ. ഇത് സിജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സിജിയുടെ വീട്ടിൽ ഇതിൻ്റെ അടിപൊളി കളർ, ഈ കളർ തന്നെ സൂപ്പറായിട്ടിരിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളതല്ലേ? കുറേ ഇല്ലേ? നമുക്ക് ഈ പെറ്റൂണി അങ്ങനെ കാണിക്കാൻ പറ്റും കണ്ണാ? നമുക്ക് ലാസ്റ്റ് കാണിക്കാം അല്ലേ? ഞാൻ ചീരയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ റാണിയുടെ ഡാഡിയുടെ ചീരയാണിത്. ഇത് നോക്കിയേ, ചീര മുളച്ച് വെക്കണോ? ഇതിങ്ങനെ തന്നെ നിർത്തിയാൽ പറ്റുമെന്ന് തോന്നല്ലേ? ഇത് എന്നോട് സിജിയും സിന്ധു ഒക്കെ പറഞ്ഞു ഇത് പറിച്ച് നടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗിലേക്ക് പറിച്ച് നട്ടാലോ എന്ന് ഓർക്കുക അല്ലേ? നമുക്ക് ഗ്രോ ബാഗ് ഇവിടെ ഉണ്ടാക്കണം. നോക്കട്ടെ എങ്ങനെയാന്ന്. ഒരെണ്ണെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ ഗ്രോ ബാഗ്. ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. നോക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് എടുത്തേ. ഇങ്ങനത്തെ ഒരു ബാഗ് എടുത്തു. എന്നിട്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് ഇവിടെ ചെറിയ ഹോള് വേണമല്ലോ, എയർ സർക്കുലേഷൻ വേണ്ടേ. ഒരു കുഞ്ഞു ഹോള് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഒരെണ്ണം കൂടി എടുക്കാം അവിടെ. ഇതിനകത്ത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കരിയിലേക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. കരിയിലയും ചപ്പും ഒക്കെ ഇട്ടാൽ നല്ലതാണല്ലോ. കരിയില നിറച്ചുകൊണ്ടിരിക്കുവാണേ. ഇവിടെ ഒരു ബേ ലീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ കുറേ കരിയിലുണ്ട്. നമുക്ക് കുറേ ഉണ്ട്. കുറച്ച് കരിയില ഇട്ടു ഇതിനകത്ത്. ഇനി നമുക്കിപ്പോൾ വേറെ ചാരവും ചാണമൊന്നും ഇല്ലല്ലോ. കുറച്ച് നമ്മുടെ കോഴിയുടെ വളം ഇടാം. കോഴിവളം നേരത്തെ മേടിച്ച് തിരിപ്പുണ്ടല്ലോ, അതിടാം നമുക്ക് കുറച്ച്. കുറച്ചതിട്ടു. നമുക്ക് മണ്ണിട്ടാലോ? മണ്ണിട്ടിട്ട്
നമുക്ക് നട്ട് നോക്കാം. നിങ്ങൾ വീട്ടിൽ ഗ്രോ ബാഗൊക്കെ വെക്കുന്നുണ്ടാവും അല്ലേ? ചീരയ്ക്കാകുമ്പോൾ ഒരുപാട് വേരില്ലല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ആയാലും മതിയല്ലോ. ഓക്കെ, മതിയെന്ന് തോന്നുന്നു. ഇത് മതിയാവും അല്ലേ? ഇതിനകത്തൊരു 3 എണ്ണം നടാമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒന്ന് പറിച്ചെടുത്ത് നട്ടേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം അതൊക്കെ ഇങ്ങനെ പറിച്ചാൽ പോരുമായിരിക്കും. ഇടയ്ക്കുന്ന് എടുക്കാം. ഒരു 2-3 എണ്ണം ഒരുമിച്ചും എടുക്കാം. ഞാനിവിടെ നടത്തേ. ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചീര ഉണ്ടോ? ഒരെണ്ണം കൂടി ഇപ്പുറത്ത് നടാം. വേര് പോവരുതല്ലോ നടുമ്പോഴേ. ഇത്തിരി മണ്ണും കൂടി ഇട്ടിട്ട് ഒന്ന് ഭംഗിയാക്കാം. ഒരു ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ റെഡിയാക്കുന്നത്? നമുക്കിനി വേറെ ദിവസം ചെയ്യാം. എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് കരിയില ഇങ്ങനെ കൂട്ടിയിട്ടേ, അപ്പോൾ നമുക്ക് കൂടുതൽ മണ്ണ് വേണ്ടല്ലോ. കരിയില ഇങ്ങനെ കുറേ ഇട്ടിട്ട് അതെല്ലാം നമ്മുടെ ഈ കമ്പോസ്റ്റ് കൂടി റെഡിയായി കഴിഞ്ഞാൽ അതും കൂടി ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഗ്രോ ബാഗ് റെഡിയാക്കിയിട്ട് നമുക്ക് നടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് വെന്തിയും കൂടി കാണിക്കാനുണ്ട് ഈ പ്രാവശ്യം. വെന്തി കാണിക്കട്ടെ. ഇനി വേറെ ഒന്നും നടാനില്ലാന്ന് തോന്നുന്നുണ്ട്. ഗ്ലൗസൊക്കെ ഊരട്ടെ. ഈ മണ്ണ് കൈ പറ്റിയാലേ ഡ്യൂട്ടിക്ക് പോകുമ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആവും. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടുന്നത്. ഞാൻ ഇത് കാണിക്കട്ടെ. കാരണം നമ്മുടെ വെന്തി കാണിക്കണ്ടേ എന്നാ നമുക്ക് വെന്തി കാണിക്കാം. പിന്നെ അതെ ഞങ്ങളുടെ പെറ്റൂണിയത് ഇതും പെറ്റൂണിയാണത്. നല്ല മജന്ത കളർ പെറ്റൂണിയ. അതിങ്ങനെ ഒരു 3 സെറ്റായിട്ട് നട്ടേക്കണതാണത്. അത് ഇത് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? 10 മണി കണ്ടിട്ടില്ലേ? പിന്നെ ഇത് ബിസിലിസി നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഒരു ചീരയുണ്ട് ഇവിടെ. പിന്നെ ഇത് മൊത്തം ബന്ദിപ്പൂവ. ഓണം വരെ നിൽക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഓണത്തിന് പൂക്കളൊക്കെ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഒരു സൂര്യകാന്തി പൂവുണ്ട്. കാണിച്ചു തരാം കേട്ടോ. സൂര്യകാന്തി കാണാൻ പറ്റുന്നുണ്ടോ? അത് വിടറാറായിട്ടില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി നനയ്ക്കാനുണ്ട് ചേച്ചിക്ക്. ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് എനിക്കും ടീനയ്ക്കും കൂടി ആ ഡ്യൂട്ടി. നടക്കാൻ പോകണം. കർണനെ നടക്കാൻ കൊണ്ടുപോകണം. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും ഇടയ്ക്ക് റെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആ ഒരു പൂക്കൾ ഞാനിട്ടപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് കമൻറ്റ് എഴുതിയില്ലേ, പ്രൈസൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പം നമുക്ക് ഈ ആഴ്ച അതിൻ്റെ അത് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എത്ര ഭംഗിയായിട്ട് എഴുതിയേക്കണേ. ആ പൂക്കളേക്കാൾ ഭംഗി നിങ്ങൾ പറഞ്ഞിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും കാണാനായിട്ട് അതിലും ഭംഗിയുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ്. മലയാളം നന്നായിട്ട് അറിയുന്ന ആരോടെങ്കിലും നമുക്ക് ചോദിച്ചിട്ട് നമുക്കതിൻ്റെ എന്താ പറയുക വിജയികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എല്ലാവർക്കും വിജയികളല്ലെങ്കിലും അതിനകത്ത് എഴുതിയവരെല്ലാവരും വിജയികളാണ് കേട്ടോ. അത്രയ്ക്ക് സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ചേച്ചിയുടെ സ്നേഹം, ടീനയുടെ സ്നേഹം, ഗ്രൂപ്പിൽ എല്ലാവരുടെയും സ്നേഹം. ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ.